ഹലോ. അപ്പൊ ഞാൻ ഇന്ന് എന്ത് ചെയ്യാന്ന് വിചാരിച്ചു, ഒരു ഡേ ഇൻ മൈ ഓഫീസ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് ചെയ്യാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് എന്റെ ഒരു മാനിഫെസ്റ്റേഷൻ സ്റ്റോറി എന്ന് വേണമെങ്കിൽ കൂടി പറയാം. ഇത് എന്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഞാൻ എന്റെ ഓഫീസ് പരിചയപ്പെടുത്താം. ഈ ഓഫീസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരവെപ്പുകളോ കുത്തിത്തിരിപ്പുകളോ അങ്ങനെ ഒന്നുമില്ല. രാജാവും മന്ത്രിയും ഒക്കെ ഞാൻ തന്നെയാണ്. അപ്പം ആരും ഇത് ചെയ്യുന്നൊന്നും ചോദ്യം ചെയ്യാൻ ആരും ഇല്ല. അപ്പം ഇങ്ങനെ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിൽ വർക്ക് ചെയ്യണമെന്ന് ഞാൻ വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു അയ്യോ ഒന്നും എടുത്തില്ലെന്ന്. അയ്യോ ഞാനൊന്ന് എടുക്കാൻ മറന്നുപോയേ. സോറി, ഞാൻ ഒന്നും എടുത്തിട്ടില്ല. ഒന്നുമില്ല തിന്നാൻ. നാളെ കൊണ്ടുവരേ. ഓ, ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുഡ് എടുക്കല്ല, പശ ഇവിടെ വന്ന് തിരിഞ്ഞു കളിക്കുക. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് കുറച്ചൊരു 5 മിനിറ്റ് ബ്രേക്ക് ഒക്കെ ആകുമ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്താ അറിയോ, ആ സൗണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് വലിയ കല്ലാണെങ്കിൽ ഭയങ്കര. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ഗ്ലോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ അപ്പൊ അത് മാനിഫെസ്റ്റേഷൻ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനത് എത്രയോ തവണ ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. മോർണിംഗ് ഇവിടെ ആയിരിക്കണം എൻ്റെ മെഡിറ്റേഷൻ കാര്യങ്ങൾ, പിന്നെ എന്താണ് ബെയർഫുട്ട്, ഇതൊക്കെ ഈ നിയർ ഇതിൻ്റെ ഇവിടെ തന്നെ തിരിഞ്ഞ് കളിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം ഞാനത് വിഷ്വലൈസ് ചെയ്തു. അത് കറക്റ്റായിട്ട് നടന്നിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ഒരു മോർണിംഗ് കാഴ്ചയാണ് കേട്ടോ. അപ്പം ഇവരുടെ പേര് ഗഫൂർ എന്നാണ്. ഇവർ രാവിലെ മീൻ പിടിക്കാൻ വരുന്നതാണ് കേട്ടോ. ഇതാ പുള്ളി മീനൊക്കെ പിടിച്ച് ഇങ്ങനെ തിരിച്ചു പോകുന്നു. എന്ത് മീനാ അതൊക്കെ? അപ്പൊ ഞാനിതാ ബുക്ക് നമ്മളെ രഹസ്യം വായിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. കുറച്ച് അപ്പം ഇക്ക ഞാൻ പോകുന്നു കേട്ടോ. മഴ പെയ്താ ഇനി ഷൂട്ടിംഗ് പരിപാടി നടക്കൂല. മഴ പെയ്തോണ്ടേ ഇനി പരിപാടി നടക്കൂല. ശരി. അപ്പോൾ ഇനി നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി നേരെ ഓഫീസിലേക്ക് തിരിച്ചു വരാം. ഉദ്ദേശിച്ചിട്ടുണ്ട്. എൻ്റെ മാനിഫെസ്റ്റേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ള പുഴയാണ്. മാങ്കാവ് ഒടുമ്പ്ര പുഴയാണ്. ഞാൻ ഇടുന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഇടുന്ന വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ്. ഞാൻ ഇടുന്ന വീഡിയോയുള്ള ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇതാണ്. അപ്പം മാനിഫെസ്റ്റേഷൻ പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വീടിൻ്റെ അടുത്തുള്ള പുഴയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇടയ്ക്ക് ഞാൻ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ മോർണിംഗ് ഒക്കെ ചിലപ്പോൾ ഇവിടെ വന്ന് പോകാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഈ വർക്കിൻ്റെ ഓഫീസ് വർക്കിൻ്റെ തിരക്കിൻ്റെ ഇടയിൽ നിന്നൊക്കെ എന്താണ് മാറിയിട്ട് എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ആയിരിക്കണം ഫുൾ ടൈം. വീഡിയോ ചെയ്യാനും ഒക്കെ ഇവിടെ തന്നെ ആയിരിക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഈ പുഴേൻ്റെ ഒക്കെ അടുത്ത് വന്നിട്ട് എന്താണ് ഈ കാറ്റൊക്കെ ആസ്വദിച്ചിരുന്നിട്ട് നമ്മളെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനൊരു, അതായത് നമ്മളെ വേറെ ആരും അങ്ങനെ ഫ്രീ ആയിട്ട്. കാരണം ഇവിടെ എന്താ ഉള്ള കിളികള്, കുറെ കൊക്കുകള്, മനോഹരമായ കാഴ്ചകൾ കണ്ടിട്ട് ഞാൻ എന്താ എൻ്റെ വർക്ക് ചെയ്യണം എന്ന് എനിക്ക് വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് ഇവിടെ വരുമ്പോഴൊക്കെ ഞാൻ എന്താണ് വിഷ്വലൈസ് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. ഇവിടെ വന്നിരുന്നിട്ട് എന്താണ്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിം കിം ഗ്ലോ. അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കൂടെയുള്ള മറ്റ് അംഗങ്ങൾ. ഇവ ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. വേറെ ശല്യങ്ങളൊന്നുമില്ല. ഞാൻ വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാത്തു നിന്നോളൂ. അത് കഴിഞ്ഞിട്ട് കിട്ടിയാലും മതി. ഇവിടെ ഇതേപോലത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇവനെ വേഗം മനസ്സിലായത് എന്തുകൊണ്ടാ അറിയാം, ഇവന്റെ ഒരു ചെവി ഉണ്ടാവും ഇങ്ങനെ താന്നിട്ടുണ്ടാവുക. ഒരു ചെവി ഇങ്ങനെ താന്നിട്ടാവും. ഞാൻ ഇവിടുന്ന് ഇങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ. അപ്പൊ ഒരാൾ കുറെ നേരം ഇങ്ങനെ നോക്കി നിൽക്കണം. കാണിച്ചരാരാ, നോക്കിക്കോളൂ. ഹായ് ഭൂമിയുടെ അവകാശികൾ. കുറെ
ഹായ്. അവിടെ ഇരിക്കണ്ട കേട്ടോ, ഒന്നും ചെയ്യരുതേ. അങ്ങോട്ടൊന്നും വരില്ലല്ലോ. ഏ അപ്പുറത്തെ കരയിലുള്ള പിള്ളേരാണ് കേട്ടോ. അവരെപ്പോഴും ഞാൻ വീഡിയോ എടുക്കുമ്പോഴൊന്ന് ചേച്ചി ചേച്ചിന്ന് വിളിച്ചോണ്ട് നിൽക്കൂ. ആയി പറഞ്ഞോ, കാണൂല. ഏ കിം കിം ഗ്ലോ അടിച്ചു നോക്ക് വീഡിയോ ഇതില്, ഫോണിൽ അടിച്ചു നോക്ക്. പേരെന്താ? എന്ത്? അമ്പോ, അതും പാരീസ്. വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇവന്മാരൊക്കെ ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പം ഇവനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചി കണ്ണറിട്ട് ചെയ്യണം കേട്ടോ വീഡിയോസൊക്കെ, എന്നാലേ ഭംഗി ഉണ്ടാവുള്ളൂ എന്ന്. കണ്ണറിട്ടിട്ടാ ഭംഗി എന്ന് അവൻ പറയുന്നത്. എൻ്റെ പേര് ആശ എന്നാണ്, ആശ ടി. എപ്പോഴും വരും ഇവിടെ കളിക്കാനുണ്ടാവും. ഹായ് പറയോ? അതാ വരുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും എന്തൊരഴകി എന്തൊരു ഭംഗിയെന്ന്. പക്ഷേ നമ്മൾ മനുഷ്യന്മാർക്കുള്ളത് പോലെ തന്നെ രണ്ട് മുഖം ഈ പുഴയ്ക്കുമുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇടയ്ക്ക് ഇതാ ഇങ്ങനെ കുറച്ച് വേസ്റ്റുകളായിട്ട് ഇങ്ങനെ പുഴ ഒഴുകിക്കൊണ്ട് നിൽക്കും. എവിടെ നിൽക്കോ വരുന്നതാണ്. പുഴേനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ തന്നെ ചെയ്യുന്നതാണ്. പ്രളയമൊക്കെ വരുമ്പോൾ അത് മൊത്തത്തിൽ കൂടെ കയറി വന്നോളും, പ്രശ്നമാക്കണ്ട. ഇത് അവിടെ ഫുട്ബോൾ കളിക്കുന്ന പിള്ളേരതാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ബോൾ പോകും. അപ്പോൾ അവന്മാർ പഠിച്ച പണി 18 നോക്കി കല്ലൊക്കെ എടുത്ത് ഇങ്ങോട്ട് എറിഞ്ഞ് നോക്കി, ഒരു രക്ഷയില്ല. ബോളാത്താ പോകുന്നു കേസ്, കിട്ടാൻ ഒരു സാധ്യതയുമില്ല. ടാറ്റാ ബൈ ബൈ, സീ യു.